ന്യൂഡിറ്റിയുടെ ഡെപ്പിക്ഷൻ ഇവിടെ ഒരുപാട് കൂടുതലാണ്. ഞാൻ പറഞ്ഞില്ലേ, വസ്ത്രം ധരിക്കുന്നത് ആഠ്യത്വമാണെന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ ശരീരം ഇപ്പം ഗ്ലാഡിയേറ്റേഴ്സൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും അതുപോലുള്ള കാര്യങ്ങളിൽ അവരുടെ ശരീര സൗന്ദര്യത്തിനെ പറ്റി ധാരണയുള്ളവരാണ്. അത് കാരണം കൊണ്ട് അവരെ ശരീര സൗന്ദര്യമുള്ളവരെയാണ് അവർ ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. മറ്റേതങ്ങനല്ല, ശരീര സൗന്ദര്യം ഇല്ലാത്തതാണ്. ഈജിപ്തിലുള്ള മുഴുവൻ രാജാക്കന്മാരും ആയിരക്കണക്കിന് രോഗം പിടിച്ചാൽ ചത്തത്. 22 തുത്തങ്കാമൻ്റെയൊക്കെ ശരീരത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത അത്രയും വൈകല്യം. 2 സഹോദരന്മാരെ കൊണ്ട് ഈ വിവാഹം കഴിപ്പിക്കും, ഇൻസെസ്റ്റ്. അങ്ങനെയായിരുന്നു അവർ ഉണ്ടാക്കിയത്. മുഴുവൻ എണ്ണത്തിനും പരമാവധി രോഗം വന്ന ജനറ്റിക് ഡിസീസസ് ഉണ്ടാവും. കുഞ്ഞു വയ്ക്കുന്നതിനെ പറ്റി മനുഷ്യർ ആലോചിക്കാൻ പോലും പറ്റത്തുള്ളൂ. അല്ലാതെ ശരീര സൗന്ദര്യത്തിനെ പറ്റിയൊക്കെ ഉള്ളത് വരണമെന്നുണ്ടെങ്കിൽ ഗ്ലാഡിയേറ്റർ ഈ പറയുന്ന എക്സർസൈസ് ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും അല്ലെന്നുണ്ടെങ്കിൽ യോദ്ധാക്കളായിരിക്കുന്ന ആൾക്കാർ ഡെപ്പിക്റ്റ് ചെയ്യുന്ന സ്ഥലം വരുമ്പോഴാണ്. ഇത് ഈജിപ്തിൽ അങ്ങനത്തെ ആൾക്കാർ ഉണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥമില്ല. പക്ഷേ അവരുടെ ശരീരം എല്ലാം അവർ വരച്ചു വെച്ചിരിക്കുന്നത് അവിടുത്തെ രാജാക്കന്മാരുടെ മാത്രമാണ്. എവിടെ രാജാക്കന്മാരുടെ മാത്രം വരച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വലിയ വസ്ത്രങ്ങൾ ധരിക്കുന്നവരായിട്ടുള്ളവരുടെ പടമായിരിക്കും വരയ്ക്കുന്നത്. അല്ലാത്തവരുടേത് വരയ്ക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന യോദ്ധാക്കളായിരിക്കുന്ന ആൾക്കാരുടെ പടം വരയ്ക്കുമ്പോൾ പാഗിൻഡീസിൻ്റെ പടം വരയ്ക്കുന്ന സമയത്ത് അയാളുടെ ശരീരത്തിലിട്ടിരിക്കുന്ന ആർമേഴ്സിനേക്കാളും കൂടുതൽ അയാളുടെ ശരീര സൗന്ദര്യമായിരിക്കും അവർ വരയ്ക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഹെർക്കുലീസിനെ പറ്റിയുള്ള വരുമ്പോൾ ഇതൊക്കെ ഞാൻ ബലമുള്ള മനുഷ്യരെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. മറ്റേതങ്ങനെയല്ല, അധികാരമുള്ളവരുടെ ലോകമായിരിക്കും അവരുണ്ടാക്കിയിരിക്കുന്നത്. അധികാരമുള്ളവർ ആരോഗ്യമുള്ളവരായിരിക്കണമെന്നുമില്ല. വംശാവലി അനുസരിച്ചിട്ട് മാത്രമാണ് രാജാക്കന്മാർ ജീവിച്ചിട്ടുള്ളത്. അവരാരും കഴിവുള്ളവരാകണമെന്നേ ഇല്ല. ജനിച്ചത് വഴി അങ്ങനെയാണ് രാജഭരണം നിലനിർത്തിയത്. വംശാവലിക്ക് അനുസരിച്ചിട്ടാണ്. അല്ലാതെ കഴിവുള്ള ആൾക്കാർ രാജാവായി മാറുക എന്ന് പറയുന്നത് ആദ്യകാലത്ത് മാത്രമേ നടക്കൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു എപ്പിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ട്രോയ് ഒരു രാജകുമാരിനെ തട്ടിക്കൊണ്ടുപോയി അത് ചോദിക്കാൻ വേണ്ടിയിട്ടൊരു പടകൾ അങ്ങോട്ട് പോയി, അങ്ങനെ യുദ്ധം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മളുടെ രാമായണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഒരു പാറ്റേൺ, അതായത് എല്ലാ എപ്പിക്സിൻ്റെയും ഒരു ബീജം അല്ലെങ്കിൽ ഒരു കേന്ദ്ര സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു സങ്കല്പങ്ങളാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? 4 ആകെ ആൾക്കാർക്ക് പറയാനുള്ള കഥയുള്ളത്. അത് വെച്ചിട്ട് ആണല്ലോ ഈ ബാക്കിയുള്ളത് പറയുന്നത്. ലക്ഷക്കണക്കിന് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് സംസാരം ഉണ്ടായിരുന്ന അതിനകത്ത് പ്രിസർവ് ചെയ്തിരിക്കുന്ന 4 പേരുടെ കഥ വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈജിപ്തിലുള്ളവരുടെ കഥയ്ക്കകത്ത് നമുക്കില്ലല്ലോ, ഈ കഥയൊന്നും ഇല്ലാത്തതെന്തോ, നമുക്കൊരു കണക്ഷൻ മേരിയപ്പാരെ പറ്റി ഇല്ലാത്തതെന്താ? നമ്മൾ മനസ്സിലാക്കാനുള്ളത് ആകെ 4 ഇയാൾ ഈ പറയുന്നത്. ഗ്രീസിലെ ട്രോയിലുള്ള ഒരു കഥയും രാമായണത്തിലെ കഥയും പറഞ്ഞിട്ട് ഇത് ഭയങ്കര തമിഴ്നാട്ടിൽ ഇതാണ് എല്ലാം എന്നുള്ള കഥ പറയുമ്പോൾ ആയിരക്കണക്കിന് രാജവംശങ്ങളും ആയിരക്കണക്കിന് കഥകളും ഉള്ളതാണ് ലോകം ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നതിന്. ആകെപ്പാടെ പ്രിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള 2-3 ഈ കാവ്യങ്ങൾ വെച്ചിട്ട് മനുഷ്യചരിത്രം മുഴുവനും കൂടെ അങ്ങനെയാണെന്നൊക്കെ പറയാതെ അങ്ങനെയൊന്നും നല്ലത്. അതൊക്കെ തെറ്റായ അസംഷനാണ് നമ്മളീ പറയുന്നത്. ഗിൽഗാമേഷിൻ്റെ കഥയ്ക്കകത്ത് തുടർച്ചയുള്ള സ്ഥലം പറയാം. ഇപ്പോൾ ഗിൽഗാമേഷിൻ്റെ കഥയ്ക്കകത്ത് ഈ ബൈബിളിൽ പറയുന്ന കഥകൾ മുഴുവനുണ്ട്. തോറായിക്കകത്ത് പറയുന്ന കഥകളെല്ലാം ഉണ്ട്. ഖുറാനകത്ത് പറയുന്ന കഥകൾ മുഴുവനുണ്ട്. ഗിൽഗാമേഷിൻ്റെ കഥ അത് തുടർച്ചയുള്ള ഒരു ഈ പ്രദേശത്തുള്ള കഥകളാണ്. അവിടെയാണ് അതുള്ളത്. അതിന് സമാനമായ അതേ തരത്തിൽ ഇപ്പം ഫർട്ടൈൽ ക്രസൻ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്തിട്ടുള്ള ഒരു ജനതയാണ് ഈ രാമായണവും മഹാഭാരതത്തിൻ്റെയും കഥയും ഉണ്ടാക്കിയത്. അപ്പോൾ അത് മ്യൂച്വലി ഇൻസ്പയർഡ് ആവാൻ സാധ്യതയുണ്ട്. ആ ലെവലിലുള്ള കണക്ഷൻസ് ഒക്കെ അവിടെയാണുള്ളത്. അല്ലാതെ അത്ഭുതകരമായ സ്ഥലങ്ങൾ ആഫ്രിക്കയിലെ എത്രയോ സിവിലൈസേഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഫ്രിക്കയിലെ ഈജിപ്തിൽ എന്തുകൊണ്ടാണ് ആ തരത്തിലെ കഥയില്ലാത്തത്. ആ കണക്ഷൻ ഇല്ലാതിരുന്നുള്ള കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന സ്ഥലത്തുണ്ടായിരിക്കുന്ന സമാന്തരതകളേ ഉള്ളൂ. അല്ലാതെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയ കഥയ്ക്കകത്ത് പെണ്ണെ തട്ടിക്കൊണ്ട് വന്നിട്ടില്ല ട്രോയിൽ. അവൾ പ്രണയിച്ചാ വന്നത്, അത് തട്ടിക്കൊണ്ടുവന്ന കഥയായിട്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇവിടുത്തെ ജലസിയോടെ പുറകെ വന്ന് ബഹളം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അത് ഹെലൻ ഓഫ് ട്രോയ് മറ്റേയാളെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നത്. അതുപോലെയല്ല രാമായണത്തിലെ കഥ ഇഷ്ടപ്പെട്ട കഥയില്ല. അവിടെ പിടിച്ചുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ മറ്റേയാളെ അപമാനിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അസമാനതയൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. അതേസമയത്ത് സമാനതകളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു മഹാഭാരതം എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു എപ്പിക്ക് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഗ്രീക്ക് ഒക്കെ പിന്നെ എവിടെ പോയി കിടക്കുന്നത്? അത് ഈ ഫാമിലീസ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ വായിച്ചിട്ടില്ല. അതാണ് മാത്രമേ മറ്റത് പറയാൻ പറ്റുള്ളൂ.
അത് ഭയങ്കര ഇതുപോലെ തന്നെ അതിലും ഭഗവാൻ കൃഷ്ണനെ പോലെ ഒരു ക്യാരക്ടറും അർജുനനെ പോലെ ഒരു ക്യാരക്ടറും അവിടെ അതിനകത്തുണ്ടായിരിക്കുന്നത്. ഇപ്പം കൃഷ്ണൻ കാലയിൽ അമ്പ ചെയ്ത് ചാകുന്നതായിട്ടാണ്. അത് അക്കിലിസിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് അഖിലേസിന്റെ മരണം നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് പറയരുതോ? ഞാൻ പറയുന്നത് അന്ന് ദേവന്മാരും ദേവികളും മനുഷ്യരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന കഥയെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന ഈ മഹാഭാരതത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ കഥയും ഒളിമ്പസുമായിട്ട് ബന്ധപ്പെട്ട് റോമക്കാരുടെ കഥയ്ക്കകത്തും ഈ ഗ്രീക്കുകാരുടെ കഥയ്ക്കകത്തും സ്യൂസും അവരെല്ലാവരും അദീനാദേവിയും എല്ലാം ഈ നാട്ടിലുള്ള വീരന്മാരുമായിട്ട് ബന്ധമുണ്ടാക്കി കല്യാണം കഴിച്ച് പിള്ളേർ വരെ ഉണ്ട്. ഇപ്പോൾ വിശ്വാമിത്രൻ്റെ കഥയ്ക്കകത്തുള്ള രമ്യയും തിലോത്തമയൊക്കെ വരുന്ന കഥയ്ക്ക് പോലെ തന്നെ അതേ കഥകൾ തന്നെയാണ് ഗ്രീസിലുള്ളത്. അതുകൊണ്ട് അതൊക്കെ സമാനതകളും കാണുന്ന പോലെ തന്നെ വ്യത്യാസങ്ങളും നമ്മൾ കാണും. ഓരോ പ്രദേശത്ത് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ഇപ്പം 2 കാലും 2 കൈയും ഉള്ള തലയും ഉള്ള മനുഷ്യ ശരീരത്തിനകത്ത് വസ്ത്രം കണ്ടുപിടിച്ചാൽ ഒന്നീ ഇത് മുഴുവനും കൂടെ പൊതിയുന്ന തരത്തിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇത് കീറിയിരിക്കുന്ന നിലവാരത്തിൽ വസ്ത്രം കണ്ടുപിടിക്കാം. ഈ 2 തരത്തിലല്ലാതെ എങ്ങനെ വസ്ത്രം കണ്ടുപിടിക്കും? ഓ They're apples. Oh, So, this one. Yes. Oh, that's an apple. Those Oh. are apples, and those were, and everyone in this era would have known immediately that this was Hercules, based on his size, but also based on this lion skin, the apples, and also he often held this club because Hercules was given these tasks. You know, when people say it was a Herculean effort, a Herculean labor, he was given these 12 almost impossible tasks. And the first of them was to kill the Nemean lion, which he was able to do with his bare hands. No one else, because his skin could not be pierced by an arrow, and Hercules was able to hit him with maybe he hit him with his club, and then he strangled him. But then after he killed him, he used his own claw, the lion's claw, to skin him, and for the rest of his life, he's sort of known for having that lion skin with him. And then one of his last of the 12 labors or tasks was to retrieve the apples of the Hesperides. So this artist is showing you with these, what we call attributes, the club, the apples, the lion skin, that this... അവരെ സംബന്ധിച്ചോളം അത് കുതിരയും മനുഷ്യനും കൂടെ ചേർന്ന ഒരു ജീവിയായിട്ടാണ് അവർ സങ്കല്പിച്ചത്. അങ്ങനെയാണ് നമ്മുടെ ആ സോഡിയാക് സൈനിനകത്ത് അങ്ങനത്തെ ഒരു രൂപം വരുന്നത്. അത് വരുന്നത് ഈ പകുതി കുതിരയും പകുതി മനുഷ്യനുമായിട്ടുള്ളതെന്ന് വെച്ചാൽ കുതിരപ്പുറത്ത് ആൾ വരുന്നത് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആളുകളെ സംബന്ധിച്ചോളം ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു ജീവിയായിട്ട് അവർ കണ്ടത്. ആ കണ്ടവരുണ്ടാക്കിയ ശില്പങ്ങളാണ് ആദ്യകാലത്തെ അത്തരത്തിലുള്ളത്. രണ്ട് പകുതി എന്താണ് മിനോട്ടർ അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ സാധനവും ഇങ്ങനെ പകുതി മൃഗവും പകുതി മനുഷ്യനും ആയിരിക്കുന്നത്. മൃഗത്തിൻ്റെ മുകളിൽ വേറൊരാൾ കയറി വരും എന്ന് അവർ ആലോചിക്കുന്നതന്നെയില്ല. ഒരാളായിട്ടാണ് അത് സങ്കല്പിക്കുന്നത്. അല്ലാതെ മൃഗത്തിന് ഒരു മാനസികമായിട്ടുള്ള ഒരു പരികല്പന കൊടുക്കുന്നതിന്റെ ഭാഗമല്ല. അല്ലല്ല. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ആദ്യം കുതിരപ്പുറത്ത് കയറി ഒരാൾ വരുന്ന കാണുന്ന ഒരാളെ സംബന്ധിച്ചോളം അത്ഭുതകരമായ ഒരു ജീവിയാണ് ഈ വരുന്നത്. പകുതി മനുഷ്യനുമായിട്ട് അവർ കാണുന്നത്. നമ്മളിപ്പോൾ മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിലാണ് 2ാമത്തെ നിലയിൽ. അതിൽ മൈത്രേയൻ ഇവിടെ ഒരു ശില്പം കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തി. അപ്പോൾ ആ ശില്പം ബോധിസത്വ പാകിസ്ഥാനിൽ നിന്നും ഉടലെടുത്ത ഒരു ശില്പമാണ്. അപ്പോൾ അതിൽ നമുക്ക് ചോദിക്കാം, മൈത്രേയൻ എന്നുള്ള പേര് എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? അടുത്ത ബുദ്ധനായിട്ട് വരുന്നത് മൈത്രേയനാണെന്നുള്ളത് ഞാൻ വായിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെയാണ് അടുത്ത ബുദ്ധനാകാനായിട്ട് വേണ്ടിയാണ് മൈത്രേയൻ എന്നുള്ള പേര് സ്വീകരിച്ചത്. പിന്നെ ലോകത്തിനെ പറ്റിയുള്ള പുത്തൻ അറിവുകൾ വന്ന സമയത്ത് അങ്ങനെ പുനർജന്മമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോകമോ ഇല്ല എന്നുള്ള എൻ്റെ പുത്തൻ തിരിച്ചറിവിനകത്തു നിന്നാണ് അത്തരത്തിലുള്ള വിഷയങ്ങളോ കാര്യങ്ങളോ ഇന്ന് എന്നെ സംബന്ധിച്ചോളം ബുദ്ധൻ എങ്ങനെയാണോ ലോകത്തിനെ മനസ്സിലാക്കിയതുപോലെ അല്ല ലോകത്തിനെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നതിനാണ് ഞാൻ. അല്ല, ഞാൻ മൈത്രേയൻ ഇതിൻ്റെ സങ്കല്പത്തിലുള്ള മൈത്രേയനല്ല. പുതിയ മൈത്രേയൻ ബുദ്ധൻ മനസ്സിലാക്കിയ പോലെയല്ല ലോകത്തിനെ മനസ്സിലാക്കേണ്ടത്. ലോകം ദുഃഖം അവിടുന്ന് രക്ഷപ്പെടാനായിട്ടുള്ള നിർവ്വാണത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയല്ല ഞാനുള്ളത്. ഞാനിന്നുള്ളത്
ഫുള്ളായി എങ്ങനെയാണ് ആസ്വാദ്യകരമായി ജീവിക്കുക എന്ന് പറയുന്നതാണ് ഞാൻ. അല്ലാതെ ലോകത്തു നിന്ന് രക്ഷപ്പെടുന്ന യുക്തിയല്ല എനിക്ക്. ലോകത്തിനെ പരമാവധി സ്നേഹിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ മൈത്രേയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ മൈത്രേയനാണെന്നുണ്ടെങ്കിൽ അതാണ്. ബുദ്ധൻ പറഞ്ഞത് അല്ല ഞാൻ